പവർ ഔട്ട്പുട്ടാണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 68.5 PS. ഓക്കെ. നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഈ PS പവറും BHPയും പറയുമ്പോൾ അറൗണ്ട് നമ്മളിപ്പോൾ അതായത് ഒരു 100 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ BHP വുഡ് ബി 98 പോയിൻറ്റ് സംതിങ് BHP. അതായത് നമ്മൾ PSനെ BHPയിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഒരു 0.98 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അതാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഞാൻ PSൽ പറയാം. മാക്സിമം ഔട്ട്പുട്ട് 68.5 PS ആണ്, 5600 RPM. പക്ഷേ നല്ലൊരു പഞ്ചി വെഹിക്കിളാണ്. നമുക്ക് കാണുമ്പോൾ സ്പെക്കിൽ ഒരു 70 അറൗണ്ട് 68 BHP എന്ന് പറയുന്നത് വലിയൊരു പവറല്ല, പക്ഷേ ഇറ്റ്സ് എ വെരി ഗുഡ് പഞ്ചി വെഹിക്കിളാണ്. അപ്പോൾ നമുക്കൊരു 5 പീപ്പിൾ ഇരുന്നാലും നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നു. ഓക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാരുതി വെഹിക്കിൾസിൻ്റെ പവർ കുറച്ച് കുറവാണെങ്കിൽ പോലും പവർ ടു വെയിറ്റ് റേഷ്യോ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന ഒരു വെഹിക്കിളാണ്. അപ്പോൾ നിങ്ങൾ സ്പെക്കിൽ നിങ്ങൾ കമൻസിൽ പറയാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് ഈ പറഞ്ഞ പവർ ടു വെയിറ്റ് റേഷ്യോ നമുക്ക് ആ ഒരു സെഗ്മെൻറ്റ് വെഹിക്കിൾ നിങ്ങൾ കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് പറയാം കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റിവ്യൂ ഇടുന്നത്, അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താണ് യൂസ് എന്നുള്ളത്. സോ നിങ്ങൾ കമൻറ്റിൽ പറയാം. ഓക്കെ, ശരി. എനിവേ, അപ്പോൾ അതിൻ്റെ ടോക്ക് എന്ന് പറയുന്നത് 91.1 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോക്കാണ്. അത് ഇറ്റ്സ് എ വെരി പ്രിറ്റി ഗുഡ് ടോക്ക്. പിന്നെ CNGയിൽ കുറച്ച് പവർ കുറവാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. ഏകദേശം ഒരു 11 BHP അല്ലെങ്കിൽ 12 BHP പവർ കുറവാണ് CNGയിൽ. പക്ഷേ ഈ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 1 ലിറ്റർ 33 അടുപ്പിച്ച് 1 kg CNGയിൽ കിട്ടുന്നുണ്ട്. അപ്പം അതൊരു നൈസ് എക്കണോമിക്കലി ഓടിക്കുന്നവർക്ക് അത് വളരെ നല്ല ഓപ്ഷൻ. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ ടാക്സി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്രണ്ട് മക്ഫേഴ്സൺ സ്ട്രക്റ്റാണ് വരുന്നത്. പിന്നെ റിയറിൽ ടോർഷൻ ബി വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത്. വളരെ നല്ലൊരു സസ്പെൻഷൻ ആയിട്ടാണ്, കുറച്ച് നമ്മൾ ബമ്പി ആയിട്ടുള്ള റോഡായാലും പിന്നെ അതെല്ലാം അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ഒരു സസ്പെൻഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ. ഇനി ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 32 ലിറ്റർ ആട്ടോ. 32 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. നമുക്ക് ബൂട്ട് സ്പേസ് 335 ലിറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓവറോൾ ലെങ്ത് ഒക്കെ നമുക്ക് അറിയാമല്ലേ, ഒരു സബ് 4 മീറ്റർ വരുന്ന വണ്ടിയാണ്. പിന്നെ കഴിഞ്ഞ വാഗണർ വേർഷനിൽ നിന്നും ഒരു പൊടിക്ക് എന്താ പറയുക, കുറച്ചുകൂടെ വിഡ്ത്ത് കൂടിയ ഒരു വേർഷനാണ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള. ഇതിപ്പോൾ 3 വർഷത്തിൽ കൂടുതലായി, അല്ലെങ്കിൽ 4 വർഷത്തിൽ അടുപ്പിച്ചായെന്ന് തോന്നുന്നു മേ ബി ഇറങ്ങിയിട്ട്. പക്ഷേ നല്ലൊരു ഡിസൈനും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ആയിരിക്കും ഇത്. നിങ്ങൾ കമൻറ്റ്സ് പറയാം കേട്ടോ, നിങ്ങൾക്ക് ഈ കാർ എങ്ങനെയുണ്ട്, നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കാര്യങ്ങൾ പറയാം. പിന്നെ റേഡിയലായിട്ടുള്ള ട്യൂബ്ലെസ് ആയിട്ടുള്ള വീൽസാണ് വരുന്നത്. ZXi പ്ലസ് മുതലാണ് ആക്ച്വലി ഇതിനകത്ത് അലോയ് വീൽസ് വരുന്നത് കേട്ടോ. കാരണം ZXiയിൽ വരെ സ്റ്റീൽ വീൽസാണ് വരുന്നത്. അതെനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല. ബട്ട് അത് മാത്രമേ ഉള്ളൂ കുറച്ച് വേരിയൻറ്റ് എനിക്കൊരു ഡൗൺഗ്രേഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ. നമുക്ക് അതിൻ്റെ ബ്രേക്സിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, റിയർ ഡ്രം ബ്രേക്കാണ് വരുന്നത്. പിന്നെ വെയിറ്റ് ഏകദേശം നിങ്ങൾ കണ്ടില്ലേ, CNG കുറച്ച് അതിൻ്റെയുള്ള വെയിറ്റ് ഡിഫറൻസ് ഉണ്ട്. ബാക്കിയെല്ലാം VXIയും അതിൻ്റെ ഓട്ടോമാറ്റിക്കൽ ഒരു 850 kg അങ്ങനെയൊക്കെ വരുന്നൊരു വേരിയൻ്റ് കേട്ടോ. ഓക്കെ. പിന്നെ വാറണ്ടി വരുന്നത് 3 ഇയർ 1 lakh കിലോമീറ്റർ വാറണ്ടിയാണ്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 6 ഇയേഴ്സ് വരെ ആക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇനി ഒരു ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനത് കമൻറ്റ് മെൻഷൻ ചെയ്തേക്കാം.